കോഴിക്കോട് കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ചതിന് പിന്നാലെ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന ഭർത്താവും മരിച്ചു. സോനയുടെ ഭർത്താവ് രജിൻ ലാലാണ് മരണത്തിന് കീഴടങ്ങിയത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഞാൻ ഒരാളൊരു യുവാവിൻ്റെ അനുഭവം പറയാം. ഈ യുവാവിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് ജീവിച്ചു. പക്ഷേ ഭാര്യയ്ക്ക് ഈ യുവാവിനെ വലിയൊരു തൃപ്തിയില്ലാതിരിക്കാൻ കാരണം ഇന്നത്തെ ചെക്കന്മാർക്കുള്ള ഒരു പ്രത്യേക ഐഫോൺ ഉപയോഗിക്കലോ ഒരു പകിട്ടോ പത്രാസോ ഒന്നും എനിക്കില്ല. പിന്നെ ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 5 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടാവണില്ല. അപ്പോൾ ചികിത്സകളൊക്കെ നടത്തിയപ്പോൾ 2 പേർക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടാ, ചെക്കൻക്ക് ഒരു ദുശീലങ്ങളുമില്ല, കള്ളുകൂടിയില്ല, ചീത്ത കൂട്ടുകെട്ടില്ല, ഉള്ള അധ്വാനിക്കുന്ന തുക ആ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്ന നല്ലൊരാൾ. പിന്നെ എന്ത് പറഞ്ഞിട്ട് അത് ഒഴിവാക്കാം. ഈ പെണ്ണ് പാണി 18 നോക്കി പല ജാതി ആരോപണങ്ങൾ പറഞ്ഞു. പക്ഷെ ഇന്ന് കാണിക്കുന്ന ഈ പകിട്ടിലും പത്രാസിനും അല്ലെങ്കിൽ ഇങ്ങനെ റീൽസ് ഇടുക, സോഷ്യൽ മീഡിയയിൽ സജീവമാവുക, ഭാര്യയോടൊപ്പം ഒരു പ്രത്യേക അഭിനയം, ഇതൊന്നും ഇല്ലാത്തൊരു പച്ചയായൊരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഈ ഭാര്യക്കൂട്ടും താല്പര്യമില്ല. അങ്ങനെ ഒടുവിൽ ഇവരുടെ കുടുംബക്കാരനെ മുൻകൈയെടുത്തു ഇത് ഒഴിയാൻ തീരുമാനിച്ചപ്പോൾ മൂപ്പർക്ക് ഭയങ്കര സങ്കടം. കാരണം അയാൾക്ക് ആ ഭാര്യനെ ഭയങ്കര ഇഷ്ടമാണ്. ഭാര്യയ്ക്ക് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും ആ ഒരു സ്ത്രീയുടെ ആയിട്ട് ജീവിച്ചിട്ട് അതിനെ വിട്ടൊഴിഞ്ഞ് പോകാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ ഇവർ തലാക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും പറഞ്ഞു, നീ ഇങ്ങനെ നിർബന്ധിപ്പിച്ച് ചെയ്തിട്ട് എന്താ കാര്യം, അവർക്കും തലാക്ക് ഇങ്ങോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഒടുവിൽ നഷ്ടപരിഹാരം ഒന്നും വേണമെങ്കിൽ ജീവിതം മതി എന്നുള്ള അവസ്ഥയിലായി ആ പെണ്ണിൻ്റെ വീട്ടുകാരൻ. ഒന്നിനും കൊള്ളാത്തത് എന്ന് അവർ പറയുന്ന ഒരാളാണ്. അങ്ങനെ അത് ഡിവോഴ്സായി. ഇവൻക്ക് ഭയങ്കര ഡിപ്രഷനായി. ഇവൻ ഗൾഫൊക്കെ മതിയാക്കി നാട്ടിൽ വന്നു, ജോലിക്കും പോകാതായി. അങ്ങനെ വീണ്ടും ഒരു കല്യാണം കഴിപ്പിക്കാനൊക്കെ തീരുമാനിച്ചു. കുടുംബക്കാരൊക്കെ ഇടപെട്ട് ഒരു കല്യാണമൊക്കെ കഴിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് അധികം വൈകാൻ അവൻ്റെ ഭാര്യ ഗർഭിണിയായി. ആദ്യത്തെ ഭാര്യയിൽ കുട്ടികൾ ഉണ്ടാവാതിരിക്കാനാണ് പടച്ചോൻ്റെ കലാവ്. രണ്ടാമത്തേതൊക്കെ ആയപ്പോൾ എന്ത് ചെയ്തു, കുട്ടികളുണ്ടായെന്ന് മാത്രമല്ല, ഇവൻക്ക് ദുബായിൽ നിന്നൊരു നറുക്കെടുപ്പിലൂടെ 64 കോടി രൂപയാണ് കിട്ടിയത്. 64 കോടി രൂപ. ഇവൻ്റെ ഭാഗ്യം വന്നൊരു വരവ് നോക്ക്. ആ 64 കോടി രൂപ ഇവനും 12 പേരൊക്കെ കൂടി ചേർന്നിട്ടാണ് അത്രയും നറുക്കെടുപ്പ് എടുത്തത്. എന്നാലും ഇവൻക്കൊരു 2.5 കോടി രൂപ ഇവൻക്ക് കിട്ടി. ഇപ്പോൾ ഇവൻ്റെ ലൈഫ് സെറ്റിലാണ്. ഇവനിപ്പോൾ പഴയ പോലെ നല്ല അടിപൊളിയാണ്. ചില മനുഷ്യരുടെ ജീവിതങ്ങൾ ഈ ഭാര്യമാർ തകർത്താലേ പടച്ച റബ്ബിൻ്റെ ഒരു കൈത്താങ്ങുണ്ടാവും. ഞാനത് പറയാനൊരു കാരണമുണ്ട്. ഇന്ന് നമ്മൾ എവിടെ എടുത്ത് നോക്കിക്കോ, ഭാര്യമാരുടെ ശല്യം കൊണ്ട് ജീവിതം പോണ ഒരുപാട് പേരെ കാണാം. പക്ഷേ സമൂഹം അപ്പോഴും കുറ്റപ്പെടുത്തൽ ആരെന്നെയായിരിക്കും, ഭർത്താവിനായിരിക്കും. ഇപ്പോൾ കോഴിക്കോട് പേരാമ്പ്രയിൽ ഒരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ മെയ് 15-നാണ് ഭാര്യയും ഭർത്താവും കൂടി വരുന്ന സമയത്ത് പെട്ടെന്ന് കാറിന് തീ പിടിച്ചിട്ട് ഭർത്താവ് ഡോറ് തുറന്ന് ഓടിയിട്ട് തൗട്ടി ചാടി. ആ ഭാര്യ ആ കാറിൽ വെന്ത് മരിച്ചു. അപ്പോൾ പല ആൾക്കാരും ആരോപണം പറഞ്ഞു, ഭർത്താവ് കണ്ടില്ലേ കാറ് തീ കൊടുത്തിട്ട് ഭർത്താവ് നേരെ ചാടിയിട്ട് തോട്ടി ചാടി, അല്ലെങ്കിൽ തോട്ടിൻ്റെ മുൻപിൽ വെച്ചിട്ട് എങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കാറ് കത്താം. ഭർത്താവിനെ ഒരു കൊലപാതകിയാക്കിയിട്ടപ്പോൾ ഒരു മോഡലൊക്കെ ആയിരുന്നു പല ആളുകളും സോഷ്യൽ മീഡിയ പ്രചരണം. കോഴിക്കോട് കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ചതിന് പിന്നാലെ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന ഭർത്താവും മരിച്ചു. സോനയുടെ ഭർത്താവ് രജിൻ ലാലാണ് മരണത്തിന് കീഴടങ്ങിയത്. അവളാണ് ഈ ക്രൂരത ചെയ്ത്. ഗർഭിണിയായ പെണ്ണ് ഒരു നിലക്കും ശ്രദ്ധിക്കാതെ. ഇത് പറയുമ്പോൾ പെണ്ണിനെ കുറ്റപ്പെടുത്തി പറയാന്ന് പറയണ്ട, റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത്. ആണുങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആണുങ്ങളെ കുറ്റപ്പെടുത്താൻ 100 പേരുണ്ടാവും. പെണ്ണുങ്ങൾ ചെയ്താൽ അതിനെങ്ങനെയെങ്കിലുമൊക്കെ ന്യായീകരിക്കും. ഒരു ഗർഭിണിയായ സ്ത്രീ ആ ഗർഭത്തിലുള്ള കുഞ്ഞിനെ വിചാരിച്ചിട്ട് ഈ ക്രൂരത ചെയ്യാവോ? ഭാര്യ ഭർത്താവും തമ്മിൽ എന്ത് ഇഷ്യൂസുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും വിട്ടൊഴിഞ്ഞു പോകണം. ഒരാളെ പിന്നാലെ തന്നെ ജീവിക്കണം എന്ന് വാശി എന്തിനാണ്? നമുക്കില്ലാത്ത സ്നേഹത്തിനെ പിടിച്ച് വലിച്ചുണ്ടാക്കാൻ കഴിയുക. കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഓനും കൂടി ഇല്ലാതാക്കണം. ഈ സിസ്റ്റമൊക്കെ ചെയ്തിട്ടും നമ്മൾ എങ്ങനെയാണ് ഈ സ്ത്രീകളെ ന്യായീകരിക്കാം? എവിടങ്ങൾ നോക്കിക്കോ, എന്ത് തമ്മാടിത്തരങ്ങൾ ചെയ്താലും. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ സംഭവത്തിലും ആ സ്ത്രീനെ ന്യായീകരിക്കാൻ ഒരുപാട് പേരുണ്ട്. സൊസൈറ്റി അതിന് ന്യായീകരിച്ചിട്ടേ ഉള്ളൂ. അവൻ്റെ കൊള്ളരുതായ്മ കാരണം, അവൻ്റെ ഇതിന് ഉറപ്പില്ലാത്ത കാരണമാണ് ഓള് പോയത് ചിത്രീകരിച്ചിട്ട്. ഒടുവിൽ റബ്ബോൻക്ക് കൊടുത്തത് എന്താണ്? ഓൻ കല്യാണം കഴിച്ചു, ഓനക്ക് ഒരു കുഞ്ഞുണ്ടായി. വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. ആ കല്യാണം കഴിച്ചത് അവൻക്ക് കൊടുത്തത് 64 കോടി രൂപ ദുബായിലെ നറുക്കെടുപ്പിലൂടെ അവൻക്ക് കിട്ടി. ഇന്ന് അവൻ ലൈഫ് സെറ്റിലാണ്. അപ്പോൾ പരിഹസിച്ച ആളുകൾക്ക് മുൻപിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ അവന് കഴിഞ്ഞു. ഇവിടെ ജീവൻ എടുത്തില്ല എന്ന് മാത്രം. എന്നിട്ട് ആ പൊള്ളലേറ്റു. ഇവൻ്റെ പിറകു വശം 60-65% പൊള്ളലേറ്റു. ഇവൻ കൃത്യമായിട്ട് പറഞ്ഞു, ഇതാണ് പുറകിൽ നിന്ന് പെട്രോളിൻ്റെ മണം കേട്ടപ്പോൾ തന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും തീ പിടിച്ചത്. എവിടെയും നിങ്ങൾ ഈ സ്ത്രീയുടെ ക്രൂരത എന്ന് പറഞ്ഞ് കാണൂല. അപ്പോൾ സ്ത്രീയുടെ ക്രൂരത ആരും പറയില്ല. ഈ അടുത്ത് കണ്ണൂർ ഭാഗത്ത് ഒരു ചെറുപ്പക്കാരൻ, അവൻ പ്രണയിച്ച പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ച കല്യാണത്തിൻ്റെ തലേ ദിവസം രാത്രിയിൽ ഇവൻ കല്യാണ പെണ്ണിന് ഫോൺ ചെയ്തിട്ട് പിന്നെ ഇവൻ ജീവനൊടുക്കി. എന്താ സംഗതി? പലതും പറഞ്ഞു, ഹണി ട്രാപ്പാണ്, മറ്റേതാണ്. ഇതൊന്നുമല്ല.
ഈ കല്യാണ തലേ ദിവസം എന്തോ ഒരു മെഹന്തിയോ എന്തോ ഒരു സംഭവം ഭാര്യ വീട്ടിൽ എന്തോ ഒരു ചടങ്ങുണ്ട്, അതിന് ഇവനോട് വരാൻ പറഞ്ഞിരുന്നൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ലേ. ഇവന്റെ വീട്ടിലെ റിസപ്ഷന്റെ തിരക്കിൽ ഭാര്യ വീട്ടിലെ ആ പരിപാടിക്ക് ഇവൻ പോയില്ല. ഇവനൊന്നില്ലെങ്കിൽ ആ പരിപാടി നടക്കൂട്ടാ, പക്ഷെ ഒരു രസത്തിന് റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടി വരാൻ പറഞ്ഞതാ. ഇവനെ പരിപാടിക്ക് പോയില്ല. പരിപാടിക്ക് പോയില്ലാതെ കണ്ടപ്പോൾ പെണ്ണ് വിളിച്ച് എന്താ വരാൻ, ഇങ്ങനെയാണെങ്കിൽ നാളെ താലി കെട്ടൂല, താലി കെട്ടാൻ ഞാൻ പന്തലിൽ കയറൂല. അതാണ് ഇവളിങ്ങനെ കിട്ടുന്ന വാശി. ഈ വാശിക്ക് അതുവരെ മോളേന്ന് വിളിച്ചിട്ട് സ്നേഹിച്ചിരുന്ന ഇവൻ തന്നെ മനസ്സിലാക്കാതെ നാളെ കല്യാണപ്പന്തലേക്ക് വരൂല എന്നൊക്കെ പറഞ്ഞിട്ട് താലി കെട്ടാൻ ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഈ കല്യാണ സ്ട്രെസ്സ് പ്രശ്നങ്ങൾ കയറിയിട്ട് ഇവൻ തോന്നി കയ്യിൽ നിന്ന് പോയി സാധനം. ആ കല്യാണ ചെറുക്കനെ കണ്ട് ജീവനൊടുക്കി. എന്ത് നേടി? ഇതിപ്പോൾ ഒരു സ്ത്രീയുടെ ക്രൂരതയായിട്ട് നിങ്ങൾ കാണലുണ്ടോ? കാണൂല. നമ്മുടെ നാട്ടിൽ നിയമമൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമാണെന്നൊക്കെ പറയും. പക്ഷെ സൊസൈറ്റിക്ക് ഒരു ധാരണ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് ഞാനിത് സ്ത്രീ വിരുദ്ധമായിട്ട് സംസാരിച്ചൊന്നും നിങ്ങൾ ആക്ഷേപിച്ച് വരണ്ട, റിയാലിറ്റി പറഞ്ഞതാണ്. ഞാൻ ആക്ഷേപിച്ചാൽക്ക് കുഴപ്പമൊന്നുമില്ല. സ്ത്രീകളുടെ കയ്യിൽ നിന്ന് പിഴവുകൾ വന്നു കഴിഞ്ഞാൽ അത് നോർമലൈസ് ചെയ്യുന്നൊരു സ്വഭാവം പുരുഷന്മാരാണെങ്കിൽ പറഞ്ഞു പരത്തിയിട്ട് അവരൊരു ക്രൂരതയുടെ പര്യായമാക്കി മാറ്റുക. അത് നമ്മുടെ നാട്ടിൽ നടന്ന സംഭവം പറഞ്ഞത്. അപ്പം ആദ്യം പറഞ്ഞ ആ കേസിൽ ഇന്ന് അവൻ സുഖം. ഇപ്പം ആ പെണ്ണിങ്ങനെ ആലോചിക്കണ്ടാവും, 10-64 കോടി റുപ്യ കിട്ടിയെന്ന് മാത്രമല്ല ഓന് നല്ല അടിപൊളിയിൽ നടക്കുന്ന, അതായത് കുറച്ചിങ്ങനെ കഴിയുമ്പോഴാണ് നമുക്കൊരു അന്തം വരെ. അപ്പോൾ ഓനിപ്പോൾ നല്ല വണ്ടിയൊക്കെ എടുത്ത് സന്തോഷമായിട്ട് ജീവിക്കുക. ഞാനെന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഈ ഫോട്ടോയിൽ കാണുന്നതാണ് വിശുദ്ധ കഅബയിലെ സ്വർണ്ണപ്പാത്തി. അതായത് വിശുദ്ധ കഅബയിൻ്റെ മേൽക്കൂരയിൽ വെള്ളം വന്ന് വീണ് കഴിഞ്ഞാൽ ആ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ വേണ്ടിയുള്ള ഒരു പാത്തിയാണ് മീസാബുർ റഹ്മ എന്നാണ് പറയുക. കാരുണ്യത്തിൻ്റെ ചാല്, കാരുണ്യത്തിൻ്റെ പാത എന്ന് പറയുന്ന ആ ഒരു മീസാബ്. ഈ ഒരു മീസാബിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഇത് കഅബ നിർമ്മിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു മീസാബ് ഉണ്ടായിരുന്നില്ല. കഅബ നിർമ്മിക്കുന്ന സമയം ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് കഅബയുടെ പുനർനിർമ്മാണം. അപ്പോൾ ഈ കഅബയിൽ അന്നില്ലാത്ത ഈ ഒരു മീസാബ്, ഈ കഅബയിലെ ഈ ഒരു പാത്തി നിർമ്മിച്ചത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 35 വയസ്സാവുന്ന സമയത്ത് ഖുറൈശികൾ ഈ കഅബയുടെ പുനർനിർമ്മാണം നടത്തിയപ്പോഴാണ് അടിപൊളി മേൽക്കൂരയൊക്കെ ഇട്ട് വെള്ളം പോകാൻ മരത്തിൻ്റെ ഒരു പാത്തി ഉണ്ടാക്കിയിട്ട് വെള്ളം ഇങ്ങനെ ഹിജ്ർ ഇസ്മായിലിൻ്റെ ഭാഗത്തേക്കാണ്, കഅബൻ്റെ ഉള്ളിൻ്റെ ഭാഗം തന്നെയാണ്, അവിടേക്കാണ് ഈ വെള്ളം വന്ന് വീഴുക. ഈ വെള്ളത്തിൽ ഒരുപാട് ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ അടിയിൽ പോയി നിൽക്കുന്നവരുണ്ട്, അതിൻ്റെ അടിയിൽ പോയി പ്രാർത്ഥിക്കുന്ന വിശ്വാസികളൊക്കെ കാണാം. ഇപ്പോൾ ഹജ്ജിൻ്റെ ഒരു സമയമാണ്. 15 ലക്ഷത്തോളം ഹാജിമാർ എത്തിയിട്ടുണ്ട്. ഇതാ നാളെ തിങ്കളാഴ്ച ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കും മക്ബൂലും മക്ബ്രൂറുമായ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അപ്പോൾ ഈ ഒരു പാത്തി ഇന്ന് സ്വർണ്ണപ്പാത്തി കേട്ടോ, ഒരു 2.5 മീറ്റർ നീളമുണ്ട്, 1/2 മീറ്ററോളം കഅബൻ്റെ ഉള്ളിലേക്കാണ്, ബാക്കി ഇങ്ങനെ പുറത്തേക്കാക്കിയിട്ട്. ഇത് മരം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു പണ്ട്. പിന്നീട് വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന പേരുള്ള രാജാവാണ് ഇതൊരു സ്വർണം പൂശിയ രീതിയിൽ ഇതെന്താക്കിയത്. ഇതിൻ്റെ ഉള്ളിൽ മരത്തിൻ്റെ മീതെ വെള്ളി എന്തൊക്കെ വെച്ചിട്ട് സ്വർണം പൂശിയിട്ടുള്ള ഒരു വാതിലാക്കി ഒരു പാത്തിയാക്കി മാറ്റി. ഈ പാത്തിക്ക് സ്വർണം പൂശിയ ഒരാൾ വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന പേരുള്ള ഉമവി ഭരണാധികാരിയാണ്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു, പിന്നീട് ഒട്ടോമൻ സാമ്രാജ്യം വന്നു. അവരൊക്കെ ഇതൊക്കെ മാറ്റിയിട്ട് അടിപൊളി വെള്ളിയാക്കി അതിന് മേലെ കൂടെ സ്വർണം പൂശി ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇന്ന് കഅബയിൽ കാണുന്ന ഈ ഒരു എന്താ പറയുക മീസാബുർ റഹ്മ സ്വർണ്ണപ്പാത്തി ഇത് ഖാലിദ് രാജാവാണ് നിർമ്മിച്ചത്. കുറച്ചുകൂടി കട്ടിയിൽ നല്ല മരം കൊണ്ട് ഉണ്ടാക്കിയിട്ട് മരത്തിൻ്റെ മീതെ വെള്ളി ആവരണം പൂശി അതിൻ്റെ മീതെ സ്വർണ്ണ ആവരണം പൂശിയിട്ട് അതിൻ്റെ മേലക്കൊരു മുള്ളുകൾ വെച്ചു. പക്ഷികൾ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുള്ളുകളൊക്കെ വെച്ചിട്ടാണ് ഒരു പക്ഷിയും അവിടെ ഇരുന്ന് കാഷ്ടിക്കരുത് എന്ന് കരുതിയിട്ട് തന്നെയാണ് അങ്ങനെ നിർമ്മിച്ചത്. അപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, ഇതിനാദ്യമായിട്ട് ഈ ഒരു മീസാബുർ റഹ്മക്ക് സ്വർണം പൂശിയ ഭരണാധികാരി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഒരു ഹജ്ജിൻ്റെ സമയമാണ്. 15 ലക്ഷത്തോളം ഹാജിമാരാണ് എത്തിയിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ടെങ്കിൽ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കുക. ഇൻഷാ അല്ലാഹ് വലിയൊരു സന്തോഷമല്ലേ. ഇപ്പം നാളെ തിങ്കളാഴ്ച മിനയിൽ ആളുകൾ ഒരുമിച്ച് കൂടും. അവിടെ ചൊവ്വാഴ്ചയാണ് അറഫ സംഗമം. നമ്മുടെ നാട്ടിലെ അറഫ നോമ്പുള്ളത് ബുധനാഴ്ചയാണ്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കും, അവിടെ അറഫ സംഗമം നടക്കുമ്പോഴല്ലേ നമ്മുടെ ഇവിടെ നോമ്പെടുക്കേണ്ടത്? പണ്ഡിതന്മാരൊക്കെ അതിൽ പൊതുവേ പറയുന്നത്, നമ്മുടെ നാട്ടിലുള്ള പണ്ഡിതന്മാർ പറയാറ്, നമ്മുടെ നാട്ടിൽ എന്നാണോ അറഫ എന്നാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത്. എന്നാലും ഇപ്പോൾ പുതിയൊരു സിസ്റ്റം രൂപപ്പെട്ടിട്ടുണ്ട്. പല സ്ഥലത്തും പ്രാർത്ഥനാ സംഗമങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചൊവ്വാഴ്ച നമ്മുടെ നാട്ടിലൊക്കെ പല ഇപ്പോൾ മഅദീൻ സ്ഥാപനങ്ങളിലൊക്കെ, ഇതൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ. മുമ്പ് അങ്ങനെ ഒരു പ്രത്യേക പ്രാർത്ഥനാ സംഗമങ്ങളൊന്നും സംഘടിതമായിട്ട് സംഘടിപ്പിച്ചിരുന്നില്ല. ഈ ഒരു ഗൾഫിലുള്ള, അതായത് മക്കത്തുള്ള അറഫ സംഗമത്തിനോട് അനുധാവനം ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചില പ്രാർത്ഥനാ സംഗമങ്ങളോ അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രങ്ങളൊക്കെ പറയുന്ന സിസ്റ്റം ഒടുവിലൊരു പ്രാർത്ഥന മുമ്പൊന്നും ഇല്ലാത്ത നല്ല കാര്യങ്ങളല്ലേ, നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പ്രാർത്ഥിക്കുക, സ്വലാത്തില്ല, ദിക്റില്ല, ചരിത്രങ്ങൾ പറയുക, അതിനൊരു നിമിത്തം അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ അറഫ സംഗമം വരുന്നത് ചൊവ്വാഴ്ചയാണ്. നമ്മുടെ നാട്ടിൽ വരുന്ന അറഫ ദിവസം വരുന്നത് ബുധനാഴ്ചയാണ്.
ഹജ്ജിൽ പങ്കെടുക്കുന്ന മഹാഭാഗ്യവാന്മാർക്ക് അള്ളാഹു ആ ഹജ്ജും ഉംറയും ഒക്കെ മഖബൂലും മബ്റൂറുമായിട്ട് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഒരു മിസ്ബാഹിന് ആദ്യം സ്വർണം പൂശിയത് ആരാണ്? അതിന് ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.